ودبر نحمده سبحانه ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد عباد الله اتقوا الله حق التقوى أعوذ بالله من الشيطان الرجيم الله لطيف بعباده يرزق من يشاء وهو القوي العزيز. വിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. വത്തഖുല്ലാഹ് മസ്തതാഅതും. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ സത്യസന്ധമായി ആത്മാർത്ഥമായി നാം പാരായണം ചെയ്യുന്നുവെങ്കിൽ ഇന്ന് നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും വേദനകൾക്കൊക്കെയുള്ള ശമനം, രോഗശാന്തി ആ വിശുദ്ധ ഖുർആനിലുണ്ട് എന്നതാണ്. പക്ഷെ നമ്മൾ കണ്ടെത്തണം, ഖുർആൻ മനുഷ്യന് സമാധാനം നൽകുന്നു. ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, കാശ് കൊണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം, നമുക്ക് ആവശ്യം. പക്ഷേ ആ മാല ഉപയോഗിച്ച് ഒരിക്കലും നമുക്ക് സമാധാനം വാങ്ങാൻ സാധിക്കില്ല. ആ സമാധാനം നമുക്ക് ലഭിക്കുന്നത് ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ നാം കടന്നു ചെല്ലുമ്പോഴാണ് സഹോദരന്മാരെ. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആയത്താണ് ഞാൻ ഓതിവെച്ച അല്ലാഹു ലത്തീഫുൻ യർസുഖു മൻ യശാ. അല്ലാഹു ലത്തീഫുൻ ബിഇബാദി യർസുഖു മൻ യശാ. അല്ലാഹു അവന്റെ അടിമകളോട് ലത്തീഫാണ്. മഹാരഥന്മാരായ പറപ്പൂരിൻ്റെയും ചെറിയ മുണ്ടത്തിൻ്റെയും തഫ്സീറിൽ അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത് അല്ലാഹു കനിവുള്ളവനാണ് തൻ്റെ അടിമകളോട്. സഹോദരന്മാരെ, എന്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? മലയാളത്തിൽ ഈ വാക്കിന് ലത്തീഫ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ, ആ ഗുണവിശേഷണത്തെ ഭാഷാന്തരം ചെയ്തതിൽ പല അർത്ഥങ്ങളും കൊടുത്തു കാണാം. പക്ഷേ ഏറ്റവും ഫിറ്റായ അർത്ഥം അള്ളാഹു തൻ്റെ അടിമകളോട് കനിവുള്ളവനാണ്. അപ്പൊ എന്താ സഹോദരന്മാരെ ഈ കനിവ്? അത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ അത് നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. നമ്മളൊരു വഴിയോരത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ നമ്മൾ ആ വഴിയോരത്ത് ഇങ്ങനെ യാചിച്ചിരിക്കുന്ന, സംസാരിക്കാൻ വയ്യാത്ത, ഭക്ഷണത്തിന് വേണ്ടി കേണപേക്ഷിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അയാൾക്ക് ഭക്ഷണം വിശപ്പുണ്ട്. അപ്പോ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, പാവട്ടോ അയാൾ, പാവം ആ മനുഷ്യൻ. രണ്ടാമത്തെ മറ്റൊരാൾ പറഞ്ഞു, അയാളൊന്നും പറഞ്ഞില്ല, പക്ഷേ മനസ്സിലൊരു വേദന അയാളെ കണ്ടപ്പോൾ. മൂന്നാമത്തെ ഒരാള് അടുത്ത ഹോട്ടലിൽ പോയിട്ട് ഒരു ചോറിന്റെ പൊതിയാണ് വാങ്ങിക്കൊടുത്തു. സഹോദരന്മാരെ, ഇത് നാം കാണുന്ന കാഴ്ചയാണ്. നമ്മളിൽ ചിലർ അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ വേഗം ക്യാമറ എടുക്കും, ഫോട്ടോ എടുക്കും, അങ്ങ് വിടും. പക്ഷേ അതൊന്നും കനിവല്ല. കനിവ് ഇവിടെ എന്താണ്? അയാൾ പാപം എന്ന് പറയുന്നത് അയാളോടുള്ള സിമ്പതിയാണ്, സഹാനുഭൂതിയാണ്. അയാളുടെ ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ ഒരു വേദന അനുഭവിക്കുന്നുവെങ്കിൽ അയാളോടുള്ള അനുഭൂതിയാണ്, എമ്പതിയാണ്. എന്നാൽ ഞാൻ പോയിട്ട് അയാൾക്കൊരു ഭക്ഷണപ്പതി കൊടുത്താൽ അതാണ് കനിവ്. അപ്പൊ എന്താ? ഈ മൂന്ന് കാര്യങ്ങളും അവിടെ ഉൾക്കൊള്ളണം. ഏത് മൂന്ന് കാര്യം? അയാൾ പാവാണെന്ന് എനിക്ക് തോന്നണം, വേദനയുണ്ടാവണം. ഒപ്പം തന്നെ എൻ്റെ ആക്ഷൻ, എൻ്റെ പ്രവർത്തനം അവിടെ വേണം. എങ്കിലേ ലത്തീഫ് എന്ന പദപ്രയോഗം പരിപൂർണമാവുകയുള്ളൂ. അതാണ് കനിവ്. അല്ലാഹു തആല അള്ളാഹുവിൻ്റെ നാമമായി ഇവിടെ ഉപയോഗിച്ചത് അല്ലാഹു ലത്തീഫും ബിഇബാദി. അള്ളാഹു തൻ്റെ അടിമകളോട് അങ്ങേയറ്റം കനിവുള്ളവനാണ്. അപ്പൊ നമ്മുടെ ചിന്തയിൽ വരും, എന്ത് കനിവാപ്പ പഠിച്ചവനിപ്പോ?
യുദ്ധം മിസൈൽ ഇങ്ങനെ ചീറിപ്പായുമ്പോ എന്ത് കനിവാണ് നമ്മളോട് അള്ളാഹു കാണിക്കുന്നത്? ഉണ്ട് സഹോദരന്മാരെ, ഉണ്ട്. എന്താ കനിവ്? ഏതൊരു പ്രശ്നത്തിന്റെയും ഏതൊരു യുദ്ധമാകുന്ന ഇരുട്ടിന്റെ ആ ഇരുട്ടറകളിൽ കനിവിന്റെ പ്രകാശത്തിന്റെ തിരി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ഒരു പ്രയാസം, ഒരു വേദന ഒരു മനുഷ്യൻ അനുഭവിക്കുമ്പോൾ അതിലൂടെ അവന്റെ നേരത്തെ ഉണ്ടായിരുന്ന സ്വഭാവം മാറിയിട്ട് അവൻ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തും. അപ്പൊ അള്ളാഹുവിലേക്ക് കൈ ഉയർത്താനാണ് അള്ളാഹു തആല യുദ്ധം പോലുള്ള പരീക്ഷണമാകുന്ന പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവിട്ടത് അല്ലേ? അള്ളാഹുവിനോട് അവൻ കേണപേക്ഷിക്കും. പരസ്പരം അസൂയയും വിദ്വേഷവും അഹങ്കാരമുള്ളവൻ ആ അഹങ്കാരത്തിൽ നിന്ന് ഒക്കെ മാറിയിട്ട് മുസ്ലിം ഐക്യം അവിടെ ഉണ്ടാകും. ഇതാണ് യഥാർത്ഥത്തിൽ ആ അള്ളാഹു ലത്തീഫുൻ എന്ന് പറഞ്ഞ്. അപ്പൊ പ്രശ്നങ്ങൾ ദുനിയാവിലുണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാവും. കാരണം എന്താ? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ എന്ന് അല്ലാഹ് പറയുന്നുണ്ട്. അല്ലാഹു തആല ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള ഭയം, ഭീതി കൊണ്ടോ വിശപ്പ് കൊണ്ടോ ഒക്കെ അങ്ങനെ അല്ലാഹു പരീക്ഷിക്കും എന്നല്ല പറഞ്ഞേ, പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. അന്ത്യനാൾ അടിക്കുന്നത് വരെ, ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുന്ന. അപ്പൊ നമ്മളൊക്കെ ആ പരീക്ഷണം എന്തിനാ തരുന്നത്? നമ്മൾ അള്ളാഹുവിലേക്ക് തിരിയാനാണ് സഹോദരന്മാരെ. അപ്പൊ കനിവ് നോക്കൂ നിങ്ങള്, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ ജീവിതത്തിൽ ഈ കനിവ് നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഒരു കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാൻ, ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിന്റെ മുല കുടിക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞിന്റെ ആ കരച്ചിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ ചെയ്തത്? ആ നമസ്കാരം നീട്ടിക്കൊണ്ടുപോവുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ നമസ്കാരം അവിടെ ചുരുക്കുകയാണ് ചെയ്തത്. എന്താ? ആ ഉമ്മയുടെ വേദന മനസ്സിലാക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ്, വേദന മനസ്സിലാക്കിയാൽ മാത്രം പോരാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഭക്ഷണപ്പൊതി, അതിനുള്ള ആക്ഷൻ നമ്മുടെ ഭാഗത്തുണ്ടാവണം. അപ്പോഴാണ് ആ ലത്തീഫ് എന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടാവുകയുള്ളൂ അല്ലേ? നോക്കൂ നിങ്ങള്, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ വഴിയോരത്തിലൂടെ നടന്നു പോവുകയാണ്, ദാഹിച്ചിട്ടുണ്ട് അയാള്. അപ്പോഴാണ് ഒരു കിണർ കാണുന്നത്. പ്രവാചകന്റെ ഹദീസിൽ കാണാം ഒരു കിണർ കാണുന്നത്. ആ കിണറിലേക്ക് ഇറങ്ങി അയാൾ പിന്നെ ദാഹം ശമിപ്പിക്കുപോലും വെള്ളം കുടിക്കുകയാണ്. കേറിയപ്പോഴാണ് ഒരു നായ ഇങ്ങനെ നാവ് നീട്ടി നടക്കണേ കണ്ടത്. അത് മണ്ണിൽ ഇങ്ങനെ നാവ് ഇങ്ങനെ വരുന്നുണ്ട്. കാരണം എന്താ? പിന്നെ ദാഹത്തിന്റെ പിന്നെ ശക്തിയാണെ കൊണ്ടാണ് അങ്ങനെ നാവിട്ടിങ്ങനെ വരുത്തുന്നത് അല്ലേ? ഉടനെ തന്നെ ആ കിണറ്റിലിറങ്ങി ആ നായക്ക് വെള്ളം കോരി കൊടുക്കുകയാണ്. അതുമൂലം ആ മനുഷ്യന് അല്ലാഹു തആല മഗ്ഫിറത്ത്. ഇവിടെ എന്തിനാ അപ്പൊ ഞാൻ ഈ സംഭവം കൊണ്ടുവന്നത്? നമ്മൾ ആ നായെ കണ്ടാ പോരാ, മറിച്ച് അതിനുള്ള ആക്ഷൻ, ആ പ്രവർത്തനം നമ്മുടെ ഭാഗത്തുണ്ട്. അപ്പോഴേ ലുത്ഫ് എന്ന ആ സ്വഭാവം നമ്മളിൽ ഉണ്ടാവുകയുള്ളൂ സഹോദരൻ. ഇത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും അല്ലേ? സ്കൂളിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന, സമൂഹത്തിൽ ഒറ്റപ്പെട്ടിങ്ങനെ ഇരിക്കുന്ന ഒരു കുട്ടിയെ കാണുമ്പോൾ സഹോദരൻ അവിടെ പോകണം, അവനോട് സംസാരിക്കണം. അവന്റെ ആ ഒറ്റപ്പെടൽ, ആ വിഷാദം ഇല്ലാതാക്കാൻ അത് സഹായമാകും അല്ലേ? നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മുടെ മാതാവ് പിതാവ് പണിയെടുത്ത് അധ്വാനിച്ചിങ്ങനെ ക്ഷീണിച്ചിരിക്കണ്ടാവും. അപ്പൊ കുട്ടികളിങ്ങനെ പോയി പിന്നെ നോക്കിക്കല്ല വേണ്ടേ? ഒരു കുട്ടി പോയിട്ട് മകനോ മകളോ പോയിട്ട് ആ ഉമ്മ പറയാതെ തന്നെ സഹായിക്കുമ്പോൾ അതാണ് കനിവ് എന്ന് പറയുന്നത്. ആലോചിച്ചു, നമ്മുടെ പിന്നെ സമൂഹ ജീവിതത്തിലൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ദരിദ്രനായ കുടുംബം നമ്മുടെ പ്രദേശത്തുണ്ടാവും. ആ ദരിദ്ര കുടുംബത്തിന് വേണ്ടി നാം എന്തെങ്കിലുമൊക്കെ അധ്വാനിച്ചുകൊണ്ട് അവരോടുള്ള വസ്ത്രവും സഹായവും അവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇസ്ലാഹി സെന്ററൊക്കെ ചെയ്യുന്ന പോലെ അല്ലേ? ഇവിടുത്തെ സൊസൈറ്റികളൊക്കെ ചെയ്യുന്ന പോലെ. അതെന്താണ്? ഒരു കനിവിന്റെ ഭാഗമാണ് സഹോദരന്മാരെ. ഇനി മറ്റൊരു കനിവുണ്ട്, ക്ഷമ. ഒരാൾ എന്നെ ആക്രമിച്ചു, ആ ആക്രമിക്കുമ്പോൾ ആ അക്രമം അയാളെ തടുക്കാൻ, അയാളെ ജയിലടക്കാൻ എനിക്ക് സാധിക്കും. പക്ഷെ ഞാൻ ജയിലടച്ചില്ല. കാരണം അയാൾ ദുർബലനാണ്, ദൗർബല്യം. അയാളുടെ ദൗർബല്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അയാളെ ശിക്ഷിക്കാതെ വിട്ടു, ഞാൻ ക്ഷമിച്ചു. ഇതാണ് കനിവിന്റെ ക്ഷമ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എ മുതൽ Z വരെ എല്ലാ മേഖലകളിലും ഈ കനിവ് എന്ന സ്വഭാവം കടന്നു വരുന്നു. ആ കനിവുള്ളവനാണ് അള്ളാഹുവിന്റെ അടിമകളോട് അങ്ങേറ്റം കനിവുള്ളവനാണ് സഹോദരന്മാരെ. പിന്നെ അള്ളാഹു എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നാമമായി അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ കനിവ് എന്ന് പറയുമ്പോൾ, ലുത്ഫ് എന്ന് പറയുമ്പോൾ പല അർത്ഥത്തിനും അത് മുഫസ്സിറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ രഹസ്യമായി നമ്മുടെ ഉള്ളറകളിൽ ഒളിഞ്ഞു കിടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അല്ലാഹു. അലാ യഅലമു മൻ ഖലഖ
വഹുവൽ ലത്തീഫുൽ ഖബീർ. സൃഷ്ടാവായ അല്ലാഹു അറിയുന്നില്ലേ? അവനാരാണ്? വഹുവൽ ലത്തീഫുൽ ഖബീർ, സൂക്ഷ്മജ്ഞാനിയാണ് അല്ലാഹു. നിഗൂഢമായി കിടക്കുന്ന രഹസ്യങ്ങൾ അറിയുന്നവനാണ് അല്ലാഹു. അവിടെ അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ആ മുഫസ്സിർ അരവാ ചെറിയ മുണ്ടത്തിന്റെയും ഒക്കെ തഫ്സീർ കൊടുത്തിട്ടുള്ളത് നിഗൂഢമായ രഹസ്യങ്ങൾ. അപ്പൊ ആ അർത്ഥം ഇതിനുണ്ട്. ഒരർത്ഥം മാത്രമല്ല, നിഗൂഢമായ രഹസ്യങ്ങൾ. നോക്കൂ സഹോദരന്മാരെ, ഏത് യുദ്ധത്തിന്റെ ഉള്ളിലും നിഗൂഢമായി കിടക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്. അത് അറിയുന്നവനാണ് അല്ലാഹു. അല്ലേ? മറ്റൊരർത്ഥം, നമ്മൾ കാണാത്ത രൂപത്തില്, നമ്മൾ അറിയാത്ത രൂപത്തിൽ അള്ളാഹു നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. അല്ലേ? ഈ യുദ്ധമൊക്കെ നടക്കുമ്പോൾ നമ്മൾ അറിയാത്ത രൂപത്തില് റബ്ബ് തമ്പുരാൻ നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താ? നോക്കൂ നിങ്ങൾ, നമുക്കറിയില്ല അതിന്റെ രഹസ്യം എന്താണെന്ന്. ഏറ്റവും വലിയ ചരിത്രമാണല്ലോ മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. അദ്ദേഹത്തിന്റെ ജീവചരിത്രങ്ങൾ ഇങ്ങനെ പരിശോധിച്ചു നോക്കൂ. അദ്ദേഹത്തെ കിണറ്റിൽ കൊണ്ടുപോയിരുന്നു, പിന്നെ ഒരു അടിമയായി മാർക്കറ്റിൽ വിൽക്കപ്പെടുന്നു, പിന്നെ അനർഹമായി ജയിലിലടക്കപ്പെടും. ഈ ഓരോരോ സ്റ്റെപ്പായിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. എന്തിനാ സഹോദരന്മാരെ? നമുക്ക് തോന്നും കിണറ്റിൽ കൊണ്ടുപോയിട്ട് മഹാപാപല്ല ചെയ്തത്. യഥാർത്ഥത്തിൽ ആ ഈജിപ്തിന്റെ രാജധാനിയിലേക്കുള്ള ഒന്നാമത്തെ ഉമ്മരപ്പടിയാണ് ആ കിണർ എന്ന് പറയുന്നത്. അല്ലേ? അടിമയായി വിൽക്കപ്പെടുന്നു എന്നുള്ളത് അധികാരത്തിലേക്കുള്ള ചുവടാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അനർഹമായി അദ്ദേഹത്തെ ജയിലിലടച്ചത്, ആ ജയിലിലടച്ചത് കൊണ്ടാണ് ആ രാജ്യത്തെ രാജാവുമായി അദ്ദേഹത്തിന് കണക്ഷൻ ഉണ്ടായത്. ജയിലിൽ എനിക്ക് അങ്ങനെ കണക്ഷൻ ഉണ്ടാവുമോ? ആലോചിച്ചു. അപ്പൊ അതൊക്കെ റബ്ബ് നമ്മളറിയാത്ത രൂപത്തിൽ അല്ലാഹു തആല വിശ്വാസികളായ ആളുകളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വലിയ പാഠം നമ്മെ അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് ഇതെങ്ങനെ കണക്ട് ചെയ്യാം? നമ്മുടെ ജീവിതത്തിൽ പല ദുരിതങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും യുദ്ധങ്ങളും കെടുതികളും ഒക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു തകർച്ചയാണ് എന്നൊരിക്കലും നാം മനസ്സിലാക്കാൻ പാടില്ല. നമ്മെ പുനർനിർമ്മിക്കാനുള്ള, നമ്മുടെ അന്ധവിശ്വാസത്തിൽ നിന്ന് നമ്മുടെ വിശ്വാസത്തിലേക്ക് ഉയർത്താനുള്ള, നമ്മുടെ അഹങ്കാരത്തിൽ നിന്ന് നമ്മുടെ അഹങ്കാരമില്ല വിനയത്തിലേക്ക് ഉയർത്താനുള്ള ഒരു ചവിട്ടുപടിയാണ് ഈ പരീക്ഷണങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, അതുകൊണ്ടാണ് പിന്നെ യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹം പറയുന്ന വാക്ക് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. അദ്ദേഹം അവസാനമായി പറയാണ് ആ രണ്ട് മാതാപിതാക്കളും മാതാപിതാക്കൾ ഈജിപ്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ രാജപീഠത്തിലേക്ക് മാതാപിതാക്കളെ കയറ്റിയിരുത്തി. വഖറൂ ലഹു സുജ്ജദാ, ആ മക്കൾ, ആ സഹോദരന്മാരൊന്നടങ്കം ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ ശ്രാദ്ധാംഗം ചെയ്തുകൊണ്ട് വീണു. ആരാധനയുടെ സുജൂദല്ല. വഖാല യാ അബത്തി ഹാദാ തഅ്വീലു റുയായ. അവസാനം പിന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയാണ്, എന്റെ പിതാവേ, എന്റെ ഉപ്പച്ചി, നിങ്ങളറിയാത്ത ആ ഇത് പുലർന്നതാണ്, എന്റെ സ്വപ്നം പുലർന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. മിൻ ഖബൽ ഖദ് ജഅലഹാ റബ്ബി ഹഖ, ഞാൻ കണ്ട സ്വപ്നത്തെ അല്ലാഹു തആല യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. വഖദ് അഹ്സന ബി. എന്നിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്ന ഒരു വാക്കുണ്ട്, വഖദ് അഹ്സന ബി. അല്ലാഹു തആല എന്നോട് നന്മ ചെയ്തതാണ്, എന്നെ പരീക്ഷിച്ച് എന്താക്കിയതല്ല, എന്നെ വേശ്യകൊട്ടയിലേക്ക് ഇട്ടതല്ല, എന്നോട് നന്മ ചെയ്തത്. എപ്പോഴൊക്കെ? ഇത് അഖ്റജനി മിനസ് സിജ്ൻ, ജയിലിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നപ്പോഴും എന്റെയും എന്റെ സഹോദരന്മാരുടെയും ഇടയിൽ ആ പിശാച് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അതിനുശേഷം ആ മരുഭൂമിയിൽ നിന്ന് നിങ്ങളെവിടെ എത്തിച്ചതിന് അതും അല്ലാഹു എന്നോട് ചെയ്ത കരുണയാണ്. ഇന്ന റബ്ബി. എന്നിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇന്ന റബ്ബി, എന്റെ രക്ഷിതാവ് ലതീഫുൻ ലിമാ യശാ. ഇന്ന റബ്ബി ലതീഫുൻ ലിമാ യശാ. എന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അതിസൂക്ഷ്മമായി, ഞാനറിയാതെ, മനുഷ്യരറിയാതെ, രഹസ്യമായി എന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവിടെ നമ്മളറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്തും നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ന അർത്ഥവും അതിന് കാണാൻ സാധിക്കും സഹോദരന്മാരെ. അതുകൊണ്ട് വല്ലാഹു ലതീഫുൻ ബിഇബാദി
എന്ന് പറഞ്ഞതിന്റെ വിശാലമായ അർത്ഥത്തിലൂടെ നോക്കുമ്പോൾ നമ്മളോടൊക്കെ അല്ലാഹു തആല അല്ലാഹുവിന്റെ കനിവ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു വിശ്വാസമാണ് അല്ലാഹു എന്നെ കൈവിടിയില്ല, ഏത് യുദ്ധത്തിന്റെ രംഗത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് കനിവ് കാണിക്കുന്നുണ്ട് എന്ന അടിയുറച്ച വിശ്വാസമാണ് ആ വിശുദ്ധ ഖുർആനിലൂടെ കടന്നു ചെല്ലുമ്പോൾ നമുക്കുണ്ടാവേണ്ടത്. അത്തരം വിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇഖ്വാനി ഫില്ലാഹ് ഉസീകും ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. സഹോദരൻ, ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ഏത് അവസരത്തിലും നമ്മളിവിടെ ഇല്ലായിരുന്നു. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 3 ഇരുട്ടറകളിലായിരുന്നു നാം. ആ ഇരുട്ടറകളിൽ ഒക്കെ ആരാണ് നമുക്ക് ഭക്ഷണം നൽകിയത്? അവിടെ ഒരു ആപത്തും ഒരു വിപത്തും നൽകാതെ ആരാണ് നമ്മെ പുറത്തു കൊണ്ടുവരുന്നത്? ആ അല്ലാഹു ഈ യുദ്ധത്തിന്റെ അവസരത്തിലും ഇത്തരം പരീക്ഷണങ്ങളുടെ ഘട്ടത്തിലും നമ്മെ സംരക്ഷിക്കും എന്ന പൂർണ്ണമായ അല്ലാഹുവിലുള്ള അചഞ്ചലമായ ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അത്തരം വിശ്വാസമുള്ള ആ മുത്തക്കിയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മിൽ മരണപ്പെട്ട ഒരുപാട് ആളുകളുടെ അർഷദ് താനൂരിൻ്റെയും അതേപോലെ റഫീഖിൻ്റെയും ഒക്കെ മാതാവും മറ്റുള്ളവരുടെ സഹോദരി ഭർത്താവും ഒക്കെ കുറേ ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം അല്ലാഹു നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ, അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുമ്മ ഹഫ്ളിനാ മിൻ ബൈനി ഐദീനാ വമിൻ ഖൽഫിനാ വഅൻ അയ്മാനിനാ വഅൻ ശമാഇലിനാ വമിൻ ഫൗഖിനാ വമിൻ തഹ്തി അർജുലിനാ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. اللهم احفظ الكويت واهلها من كل شر ومكروه. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. اللهم احفظ اخوتنا المرابطين وثبت الارض تحت اقدامهم. اللهم وفق اميرنا وولي عهده لما تحب وترضى وخذ بنباسها للبر والتقوى واجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.